ഓക്കെ, അനിൽ ബോസ്, രാഷ്ട്രീയ വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് മോദി ജയിലിൽ അടയ്ക്കുന്നില്ല? അപ്പോൾ നിങ്ങൾ കേരള മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കുന്നത് കാണാൻ വേണ്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് 19 ഇടങ്ങളിൽ നിങ്ങൾക്കൊപ്പം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് ഈ CPIM. രാഹുൽ ഗാന്ധി ആ അർത്ഥത്തിൽ പിണറായി വിജയനെ ലക്ഷ്യമിടുന്നതും ശരിയാണോ? ഒന്ന്, ഇന്ത്യൻ പാർലമെന്റിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 543 ആ 543 പേരിൽ 3 പേർ മാത്രമുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇപ്പോൾ ഇവിടെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞ ആക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനമായി ആലപ്പുഴ MP ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ആക്ടിനെതിരായി വോട്ട് ചെയ്തു, ഒരു മലയാളി വോട്ട് ചെയ്തു. അദ്ദേഹം ഏറ്റവും ശ്രേയസ്കരമായി പറഞ്ഞ വരിയാണ്. എന്തേ CPM-ന് ആകെ 3 പേരുള്ള മറ്റ് 2 CPM MP-മാർ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാഞ്ഞത്? മലയാളിയുടെ കാര്യം ഞാൻ പറഞ്ഞു. മോശം, നിങ്ങൾ സംസാരിച്ചോണ്ട് ഔചിത്യമില്ലായ്മ കാണിക്കുന്നത്. തെറ്റ് പറഞ്ഞല്ല, കാര്യമാ പറഞ്ഞത്. 3 MP-മാരുള്ള CPM-ന് അവർക്കൊന്നിച്ച് വോട്ട് ചെയ്യാൻ എന്തുകൊണ്ട് സാധിച്ചില്ല? 3 MP-മാരെ ആകെ ഇന്ത്യൻ പാർലമെന്റിലുള്ളൂ. CPM-ന് 3 MP-മാർ മാത്രമേ CPM-നുള്ളൂ. ആ 3 MP-മാർക്ക് ഒന്നിച്ച് വോട്ട് ചെയ്യാൻ കഴിയാത്തത് എന്തെന്ന് വിശദീകരിക്കണം. ഒന്ന്, പിന്നെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പാർലമെന്റിൽ പോയില്ല? രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്തില്ല. പാർലമെന്റിൽ അദ്ദേഹം പെർഫോമൻസ് നടത്തുന്നില്ല. എന്തൊരു വിരോധാഭാസമാണ്! ഇത്രയും നീചവും നികഷ്ടവുമായി രാജ്യത്തെ വിവിധയിടങ്ങളിൽ 20-ലധികം കേസുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ ചാർത്തിയത് BJP-യുടെ ഗവൺമെന്റ് അല്ലേ? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത് BJP ഗവൺമെന്റ് അല്ലേ? അദ്ദേഹത്തിനെ അയോഗ്യനാക്കാൻ കോടതി വിധികളിൽ പോലും തിരിമറി നടത്തി. അതായത് ഒരു കോടതി വിധി വന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി പുറത്തു വരുന്നതിന് മുമ്പ് ലോക്സഭാ സ്പീക്കർ ഉത്തരവിറക്കുന്നവരുടെ നമ്മൾ കണ്ടില്ലേ? അപ്പൊ അത്രയും വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കോ നേതാക്കൾക്കോ കൊടുക്കേണ്ട 1% പോലും ബഹുമാനം കൊടുക്കാതെ അദ്ദേഹത്തെ ആക്രമിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്? അന്നും ഇന്നും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം, മടിയിൽ കനമില്ലാത്തത് കൊണ്ടാണ്. വളരെ കൃത്യമായ പോരാട്ടം നടത്തുന്നതുകൊണ്ടാണ് BJP അദ്ദേഹത്തെ ഭയക്കുന്നത്. പിന്നെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ളത് അതിൽ 61-ലധികം സമരങ്ങൾ, അതിൽ 10-ലധികം സമരങ്ങളിൽ ഷഹീൻ ബാഗ് അടക്കം പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ആലപ്പുഴയിൽ നിന്ന് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല അടക്കമുള്ള എത്രയോ നേതാക്കൾ ഇവിടെ എല്ലാം സമരം നടത്തി. നിങ്ങളുടെ സീതാറാം യെച്ചൂരി പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ വേണേൽ ഇപ്പൊ ഫോട്ടോ ഇട്ട് തരാം. ഞാനും സീതാറാം യെച്ചൂരിയും കൂടെ ഒന്നിച്ച് പങ്കെടുക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഇട്ട് തരാം. D രാജ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളെ ഞാൻ. അവിടുത്തെ തൊഴിലാളി സമരങ്ങളിൽ, ലേബർ കോഡിനെതിരെ നടന്നിട്ടുള്ള സമരങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തൊഴിലാളി സമരത്തിന്റെ CPM മാത്രം ഏറ്റെടുക്കേണ്ടതില്ല. അല്ല, സമരമല്ല. ഇവിടെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന 28 പാർട്ടികളുടെ കൂട്ടായ്മയാണ്. ആ 28 പാർട്ടികളിൽ ഒന്നാണ് CPM. അതുകൊണ്ടാണ് സിറ്റിംഗ് സീറ്റിൽ ഞങ്ങൾ മത്സരിച്ച 7 സീറ്റുകൾ കേരളത്തിന് പുറത്ത് CPM-ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏകദേശം 100ഓളം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ത്യാഗം സഹിച്ച് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിലടയ്ക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്താ ഇത്ര തിടുക്കം? പിണറായി വിജയനെ ജയിലിലടയ്ക്കുക എന്നുള്ളതല്ല പ്രശ്നം. പിണറായി വിജയൻ ഈ കാലഘട്ടത്തിലൊന്നും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ CPM മത്സരിക്കുന്നില്ലല്ലോ. അവിടെ നേർക്കുനേർ BJP-ക്കെതിരെ ഫൈറ്റ് ചെയ്യാണ് നമ്മള്, ഇല്ലേ? അങ്ങനെ നേർക്കുനേരെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ LDF-ഉം UDF-ഉം മത്സരമായി ഇവിടെ മത്സരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ കർണാടക പോലെ മുഴുവൻ സീറ്റിലും BJP-യും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സ്പേസും ഇല്ലാത്ത CPM-ന്റെ കർണാടകയിൽ പോയി കോൺഗ്രസിനെതിരായി പ്രചരണം നടത്തിയ ആ മുഖ്യമന്ത്രിയെ വിമർശിക്കും. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞങ്ങൾ സംശയിക്കും. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുമ്പോൾ, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുമ്പോൾ ഇവിടെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉണ്ട്. പകൽ പോലെ യാഥാർത്ഥ്യമാണ്. സ്വർണ്ണക്കടത്താവട്ടെ, മറ്റ് കേസുകളാവട്ടെ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം വന്നിട്ടുള്ള ആദായ നികുതി ബഹളം വെച്ചാലൊന്നും ഞാൻ നിർത്തത്തില്ല. വേറെ വല്ല പണിയും നോക്ക്. ആ കാര്യത്തിലൊക്കെ അതിനൊക്കെ എനിക്ക് നല്ല തന്റെ ആദായ നികുതി റിട്ടേൺ ട്രൈബ്യൂണൽ വരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ നടപടികളിൽ ഇതുവരെ മെല്ലെപ്പോക്ക് സമീപനം BJP സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ CPM ഇടതു മുന്നണി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി BJP-ക്ക് വിടുപണി ചെയ്യുന്നതുകൊണ്ടാണ് എന്ന സംശയം